കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് സ്ട്രക്കായി നിന്നു ഏതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? മെറ്റൽ ക്ലസ്റ്റേഴ്സ് തന്നെ ഹാലർ ടൈപ്പ് ക്ലസ്റ്റേഴ്സ് ആയി നമ്മൾ കണ്ടത് റീനിയത്തിന്റെ റീ2CN8 ബോണ്ട് ബോണ്ടിങ് കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ക്രോമിയോസൈറ്റിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിന്നായിരുന്നു. അതിൽ തന്നെ ആ ബാക്കോട്ട് കണ്ടപ്പോൾ നമ്മൾ നേരെ പറഞ്ഞൊരു എക്സാമ്പിൾ അത്ര ക്ലിയർ ആവാത്തോടെ എനിക്ക് തോന്നി. ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എ Re2Cl4 ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 times. Another one is a Re2Cl4 ഇതേ സാധനം തന്നെ with a 1 positive charge and a Re2Cl4. This is dimethyl phenyl phosphate. ഇതിൽ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് എന്തായിരുന്നു? ദറ്റ് ഈസ് ദ മെറ്റൽ ഡിസ്റ്റൻസ്. ദീസ് ഡിസ്റ്റൻസസ് ആർ വെരി ക്ലോസ് ടുഗദർ. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടിരുന്ന 224.1 pm, 221.8 pm and 221.5 pm or something. വെരി വെരി ക്ലോസ് ടുഗദർ അല്ലേ? അതിന്റെ നിനക്ക് കൃത്യമായി ഓർമ്മയില്ല. 224.1, 221.8 and 221.5. ഓൺലി വെരി സ്ലൈറ്റ്. ഈ ഡിഫറൻസ് പോരാ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇവിടെ റീനിയം ഈസ് ഇൻ ദ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് എത്രയാണ്? വളരെ കൃത്യമാണ് 2 ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഓക്സിഡേഷൻ നമ്പർ ഇതിന്റെ 2 ആണ്, ഇതിന്റെ 2.5 ആണ്, ഇതിന്റെ 3 ആണ്. നമ്മൾ നേരത്തെ കണ്ട Re2Cl8 അതേ സാധനം തന്നെയാണ്. Cl8 4 ക്ലോറൈഡ് പോയി, അതുപോലെ 4 വന്നപ്പോഴാണ് 2 പോസിറ്റീവ് വരുന്നത്. പക്ഷേ ഇവിടെ റീനിയത്തിന് ഓക്സിഡേഷൻ എത്രയാണ്? 3 3 6 6 4 2 3 ആണ്. ഇവിടെ പോയിന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല. Seen that the number of d electrons in this case is d electrons എത്രയാണ്? 4 4 8 ആണ്. ഇവിടെ 1 കൂടുതലുണ്ട് 9 ആണ്. ഇവിടെ 1 കൂടി കൂടുതലുണ്ട് 10 ആണ്. ഈ 10 d ഇലക്ട്രോൺസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ 8 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഓർമ്മയുണ്ട്? σ2 π4 Δ2. ഡെൽറ്റ സ്റ്റാറിൽ ഇല്ല, 0. And 2 plus 4 plus 2 total 8/4 is equal to 4 is the bond order. Bond order 4 ആണ്. നമ്മൾ നേരത്തെ കണ്ടു ഇതില് Re2C അതേപോലത്തെ സ്പീഷീസ് ആണ് ഇതും. Re2Cl4. This is neutral species with 2 plus has the same electronic order because rhenium is in the 3 oxidation state plus 3. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ കൂടുതലുണ്ട് അല്ലേ? 3 2.5 ആയി. ഇപ്പൊ സ്വാഭാവികമായിട്ടും 1 ഇലക്ട്രോൺ കൂടുതലുണ്ട്. 8-നെതിരായി 9 ആയി. 8 9 ആവുക എന്ന് പറഞ്ഞാല് 1 ഇലക്ട്രോണിൽ കൂടുന്നത് ഓക്സിഡൈസ് സ്റ്റേറ്റ് അര പറയാൻ നിർത്താൻ 1 ഇലക്ട്രോൺ കൂടുക എന്നർത്ഥം. അരയും 1 2 റീനുകൾ കൊണ്ടാണ് 1 ഇലക്ട്രോൺ. വ്യത്യാസം മനസ്സിലാകുന്നില്ല. ഇവിടെ 8 ഇലക്ട്രോൺ, ഇവിടെ 9ാമത്തെ ഇലക്ട്രോൺ എവിടെ പോവാ? 9ാമത്തെ ഇലക്ട്രോൺ ഇവിടെ പോകുമ്പോൾ ബോണ്ട് ഓർഡർ എത്രയായി മാറും? അടുത്ത സ്പീഷീസില് ബോണ്ട് ഓർഡർ എത്രയായി മാറും? ദിസ് ഈസ് ദ ബോണ്ട് ഓർഡർ 4 ആണ്. ഇവിടെ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു എത്ര വരും? 3.5 വരും. ബിക്കോസ് പറയുന്നത് ക്ലിയർ അല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ ഇതാ, ഇതിവിടെ കുഴപ്പമില്ല. ഡെൽറ്റയില് 2 ഡെൽറ്റ സ്റ്റാറിൽ 0. പക്ഷെ ഇവിടെ ഡെൽറ്റയില് 2 ഡെൽറ്റ അടുത്ത ഇലക്ട്രോണിന്റെ 9 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇതിലെ കണ്ടീഷൻ എവിടെ ചെയ്തിരിക്കുന്നത്? ഇതിലെ കണ്ടീഷൻ എന്താണ്? 1 ഇലക്ട്രോൺ കൂടുതലുണ്ട്. ആ ഇലക്ട്രോൺ എവിടെ വരും? അതിന്റെ കോൺഫിഗറേഷൻ σ2 π4 Δ2 ഡെൽറ്റ സ്റ്റാർ 1 എന്ന് വരും. അപ്പൊ ബോണ്ട് ഓർഡർ എത്ര വരും? 8 - 1/2 എന്ന് പറഞ്ഞാൽ അത് 3.5 വരും. ശരി, ക്ലിയർ? ഇവിടെ ഇലക്ട്രോൺ ഒന്നുകൂടി കൂടി. അപ്പൊ ഡെൽറ്റ ബോണ്ടിൽ ഇഫക്റ്റീവ് പോയി. നമ്മൾ നേരത്തെ ഓസ്മിയത്തിന്റെ കേസ് പറഞ്ഞ പോലെ അതൊരു എന്താണ് ഓസ്മിയത്തിന്റെ കേസ് പറഞ്ഞ ഓർമ്മയില്ല? ഓസ്മിയത്തില് മെറ്റൽ ട്രിപ്പിൾ ബോണ്ട്, അവിടെയും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 3 ബിക്കോസ് ഇറ്റ് വിൽ ഹാവ് എ കോൺഫിഗറേഷൻ σ2 π4 Δ2 and Δ star 2. ഇത് രണ്ടും പോവും, ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ 4 6 2 3 ആണ് അതിന്റെ ബോണ്ട് ഓർഡർ വരിക. ഇവിടെ ബോണ്ട് ഓർഡർ 3, ഇവിടെ 3.5, ഇവിടെ 4. ക്രമാനുഗതമായി ഇതിന്റെ ബോണ്ട് ഓർഡർ കൂടി വരുന്നുണ്ട്. ബോണ്ട് ഓർഡർ കൂടി എന്ത് സംഭവിക്കും നമുക്കറിയാം. ബോണ്ട് ഓർഡർ കൂടിയ ബോണ്ട് ലെങ്ത് നന്നായിട്ട് കുറയണം.
പക്ഷെ ഇവിടെ കുറഞ്ഞിരിക്കും നോക്കിയിട്ട് 24, 21.8 ഇവിടെ നിന്നൊക്കെ വളരെ നിസ്സാരമായ കുറച്ചിലെ കുറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞത്, അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ശ്രദ്ധിക്കുക, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ തന്നെ ഇവിടെ എന്തുണ്ട്? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നുണ്ട്. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ എന്താ പറഞ്ഞത്? ഡി ഓർബിറ്റൽസിന്റെ വോളിയം, ഡി ഓർബിറ്റൽ ഷ്രിങ്ക് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ് ഷ്രിങ്ക് ചെയ്തു പോകും. ഡി ഓർബിറ്റൽസ് ഷ്രിങ്ക് ചെയ്തു പോകാന്ന് പറഞ്ഞാല് ഡി ഓർബിറ്റൽസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ ഈ രണ്ട് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് ഡി ഓർബിറ്റൽ, ഡി എക്സ് വൈയും ഡി എക്സ് സെറ്റും ഡി വൈ സെറ്റും ആണ് രണ്ട് പൈ ബോണ്ട് ഫോം ചെയ്തത്. ഡി എക്സ് വൈ ആണ് ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്തത്, അല്ലേ? ശരിയല്ലേ? യെസ്. പിന്നെ ഡി പി ആണ് സിഗ്മ ബോണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോം ചെയ്ത രണ്ട് പൈ ബോണ്ടുകളും, ഈ രണ്ട് പൈ ബോണ്ടുകളും ഫോം ചെയ്യുന്നത് ഡി ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ ഡി ഓർബിറ്റൽസിന്റെ സൈസ് കുറയുമ്പോൾ, ഡി ഓർബിറ്റൽ ഷ്രിങ്ക് ചെയ്യുമ്പോൾ പൈ ബോണ്ടിന്റെ എഫക്റ്റീവ്നെസ് കുറയുകയും ബോണ്ട് മൊത്തം വീക്ക് ആവുകയും ചെയ്യും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ബോണ്ട് ഓർഡർ 3, 3.5, 4 എന്ന് വെച്ച് മെറ്റൽ ബോണ്ട് ഓർഡർ മെറ്റൽ റീനിയം ബോണ്ട് ഓർഡർ 3, 3.54 എന്നിങ്ങനെ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് വല്ലാതെ കുറയണം, അത് കുറയുന്നതായിട്ട് കാണുന്നില്ല. There is only negligible difference between the bond length when the oxygen is the first one, second one and third one. ഇവിടെ കുറച്ചുണ്ട് എന്ന് പറയാം, അതിന് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 2.6 pm ഉള്ളൂ. ഇവിടെ കേവലം ഒരു 0.3 pm, വളരെ കുറവ് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം പോരാ. ആ വ്യത്യാസം എന്തുകൊണ്ട് പോരാ? പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? What's the reason? The reason is that yes, the pi bond becomes weaker and weaker. അപ്പൊ ഇത്ര ഇതിനെ അടുപ്പിച്ച് നിർത്തുന്ന പൈ ബോണ്ട് വീക്കാന്നനുസരിച്ചാവും പിന്നെ അകന്നു പോകും. അതുകൊണ്ടാണ് ഇത് 24 എന്ന ഏകദേശം ഒരു 10, 210 അല്ലെ 200 ഒക്കെ വരുന്ന സ്ഥാനത്ത് അത് 221.5 എന്നാണ് വരുന്നത്. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? റീനിയം ബോണ്ട് ഓർഡർ 4, 3 അല്ല ശരി 4, 4, 3.5, 3 ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 3, 3.5, 4 ആണ്. ഇവിടെ നേരത്തേക്ക് ബോണ്ട് ഓർഡർ ഹാഫ് കൂടി പിന്നെയും കൂടി. പക്ഷേ ബോണ്ട് ലെങ്ത്തിൽ വരുന്ന വ്യത്യാസം, ബോണ്ട് ലെങ്ത് കുറയും, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കുറവ് വളരെ നിസ്സാരമായി പോകുന്നതാണ്. അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പൈ ബോണ്ട് വീക്കാവുന്നു. അപ്പൊ അടുത്ത് വരുന്നത് പൈ ബോണ്ട് വീക്കാവുമ്പോൾ എന്താണ്? ആരങ്ങൾ പിന്നെ അകന്നു പോകും. അപ്പൊ ഇത് കുറച്ച് അകന്നു പോയി എന്തുകൊണ്ടാണ്? ഇതിനേക്കാളും അടുത്ത് വരുന്നതാണ് റീനിയങ്ങൾ ഇവിടെ കുറച്ച് അകന്നു പോയി എന്തുകൊണ്ടാണ്? ഇവിടുത്തെ അപേക്ഷിച്ച് ഇവിടെ നമ്മൾക്ക് ഡി ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന പൈ ബോണ്ട് വീക്കായി പോകുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? ബോണ്ട് ഓർഡറിൽ വരുന്ന ഇൻക്രീസ് കൊണ്ട് എന്തുമാത്രം ബോണ്ട് ലെങ്ത് കുറയണോ അത് ഒരു പരിധി വരെ കോമ്പൻസേറ്റ് ചെയ്തു പോകും. എന്തുകൊണ്ട്? പൈ ബോണ്ടിൽ വരുന്ന വീക്ക്നെസ് കൊണ്ട്. പൈ ബോണ്ട് എന്തുകൊണ്ട് വീക്ക് ആവുന്നു? ഓക്സിജൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡി ഓർബിറ്റൽസ് കൂടുതൽ ഷ്രിങ്ക് ചെയ്യുകയും അതിനനുസരിച്ച് ഡി ഓർബിറ്റൽസിന്റെ ഓവർലാപ്പ് ലെസ് ആൻഡ് ലെസ് ഇഫക്റ്റീവ് ആവുകയും അതുകൊണ്ട് പൈ ബോണ്ട് വീക്കർ ആവുകയും, രണ്ട് പൈ ബോണ്ടുകൾ വീക്കാവുമ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം ബോണ്ട് വീക്കാൻ എന്താണ്? ബോണ്ട് ലെങ്ത് കൂടുക എന്നർത്ഥം. പറഞ്ഞ മനസ്സിലുണ്ടോ? ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയണം, പക്ഷെ അപ്പുറത്തെ പൈ ബോണ്ട് വീക്ക് ആകുന്നതുകൊണ്ട് ബോണ്ട് ലെങ്ത് ലേശം കൂടി പോകുന്നു. ഇത് രണ്ടും കൂടി കോമ്പൻസേറ്റ് ആയിട്ട് പോകുന്നതാണ് ഇവിടെയും വരുന്ന വ്യത്യാസം വളരെ നിസ്സാരമായി തോന്നുന്നത്. പറഞ്ഞ് ക്ലിയർ ആയോ? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ അത്ര ക്ലിയർ ആകാൻ എനിക്ക് തോന്നി. ശരി, ക്ലിയർ. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്നെന്താണ്? നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ എന്താണ്? ഡി ഓർബിറ്റൽ ചെറുതായി വരുന്നു. അങ്ങനെ മനസ്സിലാക്കിയ ചെറുതായി വരുന്നു, ഷ്രിങ്ക് ചെയ്യുന്നു. ഡി ഓർബിറ്റൽ ചെറുതാകുന്നതുകൊണ്ട് പൈ ബോണ്ട് ലെസ് എഫക്റ്റീവ് ആവുന്നു, പൈ ബോണ്ട് വീക്ക് ആവുന്നു. പൈ ബോണ്ട് വീക്ക് ആവുമ്പോൾ എന്താണ്? മെറ്റൽ മൊത്തത്തിലുള്ള രണ്ട് മെറ്റൽ തമ്മിലുള്ള ബോണ്ട് വീക്ക് ആവുന്നു, ആറ്റങ്ങള് കൂടുതൽ അകലെ പോകുന്നു. അടുപ്പിച്ച് നിർത്തുന്നവരാണ് ബോണ്ട് ഓർഡർ കൂടിക്കൂടി വരുന്നു, 3, 3.5, 4 എന്നാവുന്നു. അപ്പൊ അത് അടുത്ത് വരാൻ ശ്രമിക്കുമ്പോൾ പൈ ബോണ്ട് വീക്കാന്നുകൊണ്ട് നേരത്തെ അത്ര അടുപ്പുണ്ടാവുകയില്ല. ഒരിക്കൽ പറഞ്ഞ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഡിഫറൻസ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കുറഞ്ഞു പോയിരിക്കുന്നത്. കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രതീക്ഷിച്ചില്ല. 24 ഡിഗ്രീസ് തന്നെയാണ്, പക്ഷെ എന്താണ്? ആ വേണ്ടത്ര മാഗ്നിറ്റ്യൂഡിലുള്ള ഡിഗ്രീസ് ഇല്ല. ആ ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? പൈ ബോണ്ട് വീക്കാവുന്നതുകൊണ്ടാണ്. ഓക്കെ, അത്രയും വലിയ നിനക്ക് തോന്നും. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞ പോലെ തോന്നി. ഇനി വീണ്ടും പഴയ അന്ന് നിർത്തിയ സ്ഥലമായിരുന്നു ക്രോമിയം അസറ്റേറ്റിന്റെ കേസാണ് പറഞ്ഞത്. ക്രോമിയം അസറ്റേറ്റ് ഹാസ് എ CR quadruple bond and all the d electrons are found to be paired and it is a diamagnetic. ക്രോമിയം അസറ്റേറ്റിൽ ക്രോമിയവും തമ്മിൽ ഒരു ക്വാഡ്രപ്പിൾ ബോണ്ട് ഉണ്ട്.
പിന്നെ അസറ്റേറ്റ്, രണ്ട് അസറ്റേറ്റ് നമ്മൾ പറഞ്ഞ സമയം പോകുന്നുണ്ട്. ഒരു അസറ്റേറ്റ് ഇവിടെ, രണ്ടാമത്തെ അസറ്റേറ്റ് ഇവിടെ, CH3CO. അങ്ങനെയാണ് ബോണ്ടിങ് വരുന്നത്. ഒരു അസറ്റേറ്റ് ആക്ടിങ് എസ് എ ബൈഡേറ്റ് ലിഗൻഡ്, യെസ്, in this direction and this direction, and of course one in the e direction alla perpendicular direction and other one in the other perpendicular direction. മറ്റേ രണ്ടെണ്ണം ഇതിന്റെ പുറകിൽ വരും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരച്ച് കാണിക്കാം. CH3 അവിടെ ഉണ്ട്. മറ്റേതോ ഇതിന്റെ ബാക്കിലാണ് CH3. ഒരെണ്ണം ഇതിന്റെ ഫ്രണ്ടിൽ വരണം, അതിന്റെ ബാക്കിൽ. ഇങ്ങനെയാണുള്ളത്. So chromium acetate actually exists as a dimer CR2, CH3, COO 4 times. Just like a Re2Cl8. ഇവിടെ 8 ന്റെ 4 എടുക്കാൻ എന്താണ്? It is a bidentate ligand. Chloride is a monodentate ligand. Acetate is acting as a bidentate ligand. And in this species, chromium atoms are close together. നമ്മളൊരു കാര്യം ഈ പറഞ്ഞ ക്വാഡ്രപ്പിൾ ബോണ്ടൊന്നും നേരത്തെ നമ്മളെ സിംഗിളിൽ നിന്ന് ഡബിളായി, ട്രിപ്പിളായി, ക്വാഡ്രപ്പിളായി വരെ അത്രയും അടുത്ത് വരുന്നുണ്ട്. എന്നാലും മൊത്തം ഇഫക്റ്റ് അത്രത്തോളം സ്ട്രോങ് ആയി കാണുന്നില്ല. മൊത്തം ബോണ്ട് ഇസ് നോട്ട് സോ സ്ട്രോങ്. Even though the chromium distance is very short. Maybe due to the repulsion when the two atoms are coming very close together. ബോണ്ടിന്റെ സ്ട്രെങ്ത് അത്രത്തോളം കൂടുതലൊന്നുമില്ല. ബോണ്ട് എനർജി ബോണ്ട് എനർജി പ്രതീക്ഷ അത്രയൊന്നുമില്ല. ബട്ട് it is found that all the d electrons are paired and the system as such is a diamagnetic. And വേറൊരു എക്സാമ്പിൾ ആണ് കോപ്പർ അസറ്റേറ്റ്. കോപ്പർ അസറ്റേറ്റിൽ അതേപോലെ തന്നെ കോപ്പർ അസറ്റേറ്റിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോണ് പാർഷ്യലി, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, പാർഷ്യലി പേടാണ്. കോപ്പറിലെ 9 ഇലക്ട്രോൺസ് ഉണ്ട്. കോപ്പർ is D9 and it is having one unpaired electron and it is expected to have a magnetic moment of 1.73 because it is root of n plus 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. But it is found to be much less than 1.7, it is around 1.4, and the reason is attributed to the partial pairing of the unpaired electron on copper. Full pairing നടന്നതിന് diamagnetic ആവും, partial മാത്രമേ pair ഉള്ളത്. Copper acetate is existing as a dimer. Okay, മെറ്റൽ ബോണ്ടിൽ നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ അധികം പറഞ്ഞ് സമയം കളയാനില്ല. ഇനി നമ്മൾ അത് ചെറിയ 2 പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന് സിംഗിൾ അയോൺസ്. These are actually polymeric metallic species, just like a Pb5(2-), Bi4(2-), something like that. Examples are കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇങ്ങനത്തെ എക്സാമ്പിൾസ് ആണ്. മെറ്റൽ ആറ്റംസ് മാത്രം, അതായത് മെറ്റൽ ക്ലസ്റ്റർ, ഇത് ക്ലസ്റ്റേഴ്സ് ആണ്. Pb5, Bi4, അതിൽ വേറെ ഒന്നുമില്ല, ലിഗാൻഡ്സ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടതിൽ കാർബണൈൽ ക്ലസ്റ്റേഴ്സ്, ഹാലൈഡ് ക്ലസ്റ്റേഴ്സ് ഓർ ഹാലൈഡ് ടൈപ്പ്, അതിലൊക്കെ ലിഗാൻഡ്സ് കൂടി ചേർത്തിട്ടാണ് ക്ലസ്റ്റർ. ഇവിടെ വെറും മെറ്റൽ മാത്രം. ആൻഡ് ഈ ടൈപ്പിൽ കാറ്റയോൺസ് ഉണ്ട്, ആനയോൺസ് ഉണ്ട്. അതിൽ തന്നെ ടെലോറിയം 9, ടെലോറിയം 6, 3+, ഇങ്ങനത്തെ സ്പീഷീസ് ഉണ്ട്. ദാറ്റ് ഈസ് കാറ്റയോൺസ്. ഇത് സിംഗിൾ ആനയോൺസ് എന്ന് പറയും, സിംഗിൾ കാറ്റയോൺസ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത, these are not attached to any ligands. ഒരു ലിഗാൻഡ് ഇല്ല, വെറും മെറ്റൽ മാത്രമാണുള്ളത്. മെറ്റൽ മാത്രം പോലെ എന്താണ് ട്രഷറായിട്ട് വെക്കാണ്. ഇത് ഉണ്ടാക്കുന്ന ആനോൺസ് ഉണ്ടാക്കുന്ന മെറ്റൽ നമുക്ക് വേണ്ട. ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് സേ സോഡിയം ലെഡ് അലോയ് ഇൻ ലിക്വിഡ് അമോണിയ. നമുക്കറിയാം ലിക്വിഡ് അമോണിയയിൽ സോഡിയം വളരെ എളുപ്പത്തിൽ ഡിസോൾവ് ചെയ്യുകയും അതിൽ സ്ട്രോങ്, നമ്മൾ ലിക്വിഡ് അമോണിയ പഠിച്ചപ്പോൾ വെരി സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ് ആക്ട് ചെയ്യും ബിക്കോസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓർ അമോണിയൽ ഇലക്ട്രോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്താൽ മെറ്റൽ ആറ്റമീസിന്റെ നെഗറ്റീവ് ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് സ്റ്റേറ്റ് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. ഇത് മെറ്റൽ എന്ന് പറഞ്ഞോളാം, ഇറ്റ്സ് എ മെറ്റലോയിഡ്. ഓക്കെ,
ബിസ്മത്ത് ഒക്കെ പോസിറ്റീവ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നതല്ല. കൂടുതൽ നെഗറ്റീവ് സിൻഡിൽ ആനോൺസ് ആണ് കൂടുതലായിട്ട്, സിൻഡിൽ കാറ്റയോൺസും അത്യാവശ്യമായിട്ടുണ്ട്. And since they are having no ligands at all, sometimes they are called a naked clusters എന്ന് പറയും. Naked clusters or സിൻഡിൽ ions. ഇതിനെപ്പറ്റി കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെ പ്രത്യേകത, ഇതും നമുക്ക് വേണമെങ്കിൽ നമ്മളെ വെയ്ഡ്സ് റൂൾ അല്ലെ വെയ്ഡ് മിംഗോസ് റൂളൊക്കെ വെച്ച് ഇതിന്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാർബണൽ ക്ലസ്റ്റേഴ്സ് നിന്ന് ചെറിയൊരു വ്യത്യാസം. നമ്മൾ ബോറോൺ ക്ലസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ Pb5 2- ഉള്ള സ്പീഷീസ് എടുക്കുക. I take the total electron count. Pb5 2-. Pb is an element belonging to the group 14. It has a 4 valence electrons. So total number of electrons 4 into 5 is 20 plus 2. ഈ 2 രണ്ട് നെഗറ്റീവ് ചെയ്താൽ total electrons is equal to 22. That is equal to 11 pairs. അല്ലേ, 11 ഇലക്ട്രോൺ പേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ ബോറൈഡ്സിന്റെ കേസ് പഠിച്ച പോലെ, കാർബണൈഡ്സിന്റെ കേസിൽ പറയാതെ ബോറൈഡ്സിന്റെ കേസ് പഠിച്ച പോലെ ഒരു കാര്യമുള്ളത്, ഈ 11 പേഴ്സിലെ ഓരോ ആറ്റവും ഓരോ പെയർ ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് അവേ ഫ്രം. ഇവിടെ ഒരു മെറ്റൽ കോർണർ ഉണ്ടെങ്കിൽ ഒരു പെയർ സ്കെലിറ്റൺ ബോണ്ടിങ് പങ്കെടുക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അവേ, അതായത് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ പറയുന്ന മനസ്സിലുണ്ടെങ്കിൽ ഒരു ഒക്ടാഗണൽ വർക്ക് മെറ്റലിന്റെ മെറ്റൽ ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട് അല്ലേ. ഇതിൽ നമ്മൾ സ്കെലിറ്റൽ ബോണ്ടിങ് കണക്കൂട്ടുകയാണെങ്കിൽ സ്കെലിറ്റൽ ബോണ്ടിങ് നോക്കുകയാണെങ്കിൽ സീ ദാറ്റ് ഒരു ഇലക്ട്രോൺ പെയർ അത് ഈ സ്കെലിറ്റൽ ബോണ്ടിങ് പങ്കെടുക്കാൻ പറ്റാതെ ഇസ് ഡയറക്റ്റഡ് എവേ, ആ സ്ട്രക്ചറിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിരിക്കുന്നുണ്ട്. ഓരോ പേര് ഒഴിവാക്കണം. അപ്പൊ ഈ 11 പേരിൽ നമ്മൾ എത്ര ഒഴിവാക്കും? ഇവിടെ എത്ര മെറ്റൽ ഉണ്ട്? 5 മെറ്റൽ ഉണ്ട്. എത്രയേ ഉള്ളൂ? 6 പേഴ്സേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് സ്കെലിറ്റൽ ഇലക്ട്രോൺ പേഴ്സ് ഇസ് നോട്ട് 11, ഇറ്റ് ഈസ് എത്രയാണ്? 6 ഓൺലി, ബിക്കോസ് 5 electron pairs, 1 each for each lead is directed away, so that it is not taking part in the skeletal bonding. It is only 6 pairs and that's equal to m+1. 5 ആണ് atoms ഉള്ളത്. m+1 എന്ന് പറഞ്ഞാൽ എന്താണ്? m+1 has a closed structure. We can see that Pb5 2- has a closed structure. എന്താണ്? 5 vertex ഉള്ള polyhedron ആണ്. എന്താണ്? എല്ലാ vertex ഉണ്ട്, closed ആണ്. That means that is a trigonal bipyramid. അപ്പോൾ PB, 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 PB ഇങ്ങനെ ഉണ്ടാവും. ഇതാ ഇതിനൊക്കെ ഓരോ പേർ ഇങ്ങനെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞ പോലെ ആ പേർ പുറത്തേക്കാണ്, സ്കെലിറ്റൽ ബോണ്ടിങ് പങ്കെടുക്കില്ല. എനിക്ക് പറഞ്ഞാല് ക്ലോസ്. ഇതുപോലത്തെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതിനും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത മിക്കവാറും കേസിലൊക്കെ അത് ശരിയായി വരുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല. സിൻഡിൽ അയോൺസ് ഓർ നേക്കഡ് ക്ലസ്റ്റേഴ്സ്. സിൻഡിൽ ആനോൺസ് ഉണ്ട്, സിൻഡിൽ കാറ്റയോൺസ് ഉണ്ട്. എക്സാമ്പിൾ സിസ്റ്റം മാതിരി ഉണ്ട്. പിന്നെ ഉള്ളത് വേറൊരു ചെറിയ സാധനമാണ്. ഷെവ്രൽ. ഇതൊക്കെ സിൻഡിൽ എന്നുള്ളതും ഷെവ്രൽ എന്നുള്ള ആൾക്കാരുടെ പേരാണ്. പേര് അത് കേട്ട് എന്താ സംഭവം മനസ്സിലാവാതിരിക്കണ്ട. ഷെവ്രൽ ഒരു പേരാണ്, നേരത്തെ പറഞ്ഞ സിൻഡിലും ഒരാളുടെ പേരാണ്. നമ്മളെ കാർബണൈഡ്സിനെയും ഹാലൈഡ് ക്ലസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി റീസെന്റ് ആണ്. ബുക്കിൽ റീസെന്റ് എന്ന് കാണും. റീസെന്റ് എന്നല്ല, വളരെ പഴയതാണ്. പക്ഷെ അതിനെ അപേക്ഷിച്ച് റീസെന്റ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു കാര്യമുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ഇറ്റ് ഹാസ് ബീൻ റീസെന്റ് ഫൗണ്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ എഡീഷനിൽ വരുന്ന ബുക്ക് കാണും. ചിലപ്പോൾ 10, 25, 30 കൊല്ലം മുമ്പ് എഴുതിയ ബുക്കിലും 50 കൊല്ലം മുമ്പ് എഴുതിയ ബുക്കിലും ഇറ്റ് ഹാസ് ബീൻ റീസെന്റ് ഫൗണ്ട് എന്നുണ്ടെങ്കിൽ ബുക്കിന്റെ എഡീഷൻ വരുമ്പോൾ ആ വാക്കൊന്ന് മാറ്റാതെ നമ്മൾ ചിലപ്പോൾ പേർക്ക് കഴിഞ്ഞ തന്നെ കണ്ടുപിടിച്ചത് വളരെ പഴയതായിരിക്കും. പല ബുക്കിലും കാണാൻ ഇറ്റ് ഈസ് റീസെന്റ് ന്യൂ. എന്ത് റീസെന്റ് ന്യൂ? 50 കൊല്ലമായിട്ടുണ്ടാവും. കാരണം ബുക്ക് എന്താ എഴുതുമ്പോൾ ചിലപ്പോൾ 40 കൊല്ലമായിട്ടുണ്ടാവും. പക്ഷേ അതിന് ശേഷം ബുക്കിന്റെ പല എഡീഷനും വരും. ഇപ്പുറത്തെ ഈ 2020 എഡീഷനും കാണും ഇറ്റ് ഈസ് റീസെന്റ് എന്ന് കാണും. അത് വായിക്കും. അങ്ങനത്തെ കാണുമ്പോൾ ശ്രദ്ധിക്കാം. ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എന്താ പറഞ്ഞതേ ഉള്ളൂ. ഈ ഷെവ്രൽ ഫിൽസ് എന്ന് പറഞ്ഞിട്ട് ഫോർമുല MO6X8. MO മോളിബ്ഡിനാണ്. M എന്ന് പറഞ്ഞാല്
ലെഡ് ആവാം, ബേരി ആവാം, അങ്ങനെ ഒന്ന് രണ്ടോ സാധനങ്ങളുണ്ട്. മെറ്റൽ, ഒരു മെറ്റൽ ലെഡ് എന്ന് വെച്ചാൽ അത് പ്രശ്നമില്ല. മെറ്റൽ ഇവിടെ എന്താണ് MO6X. X ഈസ് എ ചാൽക്കോജൻ. ചാൽക്കോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം പോലെ. ഓക്സിജൻ സാറിന് അതിൽപ്പെടുത്തില്ല. സൾഫർ ഇവിടെ സൾഫർ, സെലീനിയം, ടെലൂറിയം. X ഈസ് ഈക്വൽ ടു സൾഫർ, M ഈസ് ഈക്വൽ ടു Pb. പിന്നെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അവിടെ ഇപ്പൊ അതിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാതെ ഉള്ളൂ. അതിന്റെ പെക്യുലർ സിറ്റുവേഷൻസ് നമ്മുടെ പ്രധാനം എന്താണ്? മെറ്റൽ ക്ലസ്റ്റർ ആണ് MO6. MO6 ഈസ് എ പെർഫെക്റ്റ് ഒക്ടാഹീഡ്രൺ ഇൻ ദിസ്. 1 2 3 4 5 6 അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? MO6. ഈ MO6ന് ചുറ്റിക്കൊണ്ട് X8ന്റെ ഒരു ക്യൂബിക്കൽ അറേഞ്ച്മെന്റ്. അത് X8 ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബിക്കൽ നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെ സൾഫർ എന്നിട്ട് ഒരു സൾഫർ, 2 സൾഫർ, 3 4 5 6 7 8 സൾഫർ. ഇതിന് ചുറ്റും 8 സൾഫർ ചെയ്ത് അതിന് ചുറ്റും ഈ ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ലെഡ്. അതാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് വരുന്നത്. ആ ലെഡിനൊപ്പം ഒരുപാട് 8 ലെഡ് ഉണ്ടെന്നായിരിക്കും. ഈ 8 ലെഡ് നമുക്കറിയാം. നമ്മള് 8 ലെഡ് ഇതിനുള്ളിൽ എന്തുണ്ട്? ഇതിനുള്ളിൽ ഒരു ക്യൂബ് ഉണ്ട്. എന്തിൻ്റെ? സൾഫറിന്റെ. മനസ്സിലായില്ലേ? പക്ഷെ അത് ഇതേ ക്യൂബിന്റെ വേറെ ഡയറക്ഷനിലായിരിക്കും. അത് വരച്ച് ചിത്ര സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. യു കെൻ സീ ദാറ്റ് the MO6 octahedron is surrounded by a cubic arrangement of 8 sulfur atoms, which in turn is in a cubic lattice of lead atoms. ലെഡ് അതിന്റെ പുറത്തുണ്ടാവും. പക്ഷേങ്കിൽ ആ 8 എണ്ണം അവിടെ 8 എണ്ണം ഉണ്ടാവും. ഒരു ക്യൂബിന് നമുക്ക് 8 കോർണർ ഉണ്ട്. പക്ഷെ 8 എണ്ണം നമുക്കറിയാം. ഇത് അടുത്ത ലെഡുമായിട്ട് അടുത്ത ക്യൂബായി ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ് ഓൺലി നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് സൈഡിൽ ഓൺലി 1/8 പഠിച്ചവർ വേണ്ട. നമ്മൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ക്യൂബുകൾ തമ്മിൽ ക്ലോസ് പാക്കിംഗ് വരുമ്പോൾ ഒരു ക്യൂബ് അടുത്ത ക്യൂബ് നമ്മൾ ഇത് അപ്പുറത്തെ ക്യൂബ് ഷെയർ ചെയ്യുന്നുണ്ടാവും. 4 ക്യൂബ് മേലെയായിട്ട് 8 പഠിച്ചിട്ടുണ്ടാവും. 8 ക്യൂബ് ഷെയർ ചെയ്തു. അപ്പൊ 1/8 ഉള്ളൂ പുറത്തേക്ക്. ഇത് ഇതിന്റെ ഉള്ളിലാണ്. ഇത് സൾഫർ എന്തുണ്ട്? സൾഫർ 8 ഇതിന്റെ ഉള്ളിലാണ്. ലെഡ് അതിന്റെ പുറത്താണ്. ലെഡ് വരുമ്പോൾ അത് 1/8 മാത്രമേ നമ്മൾ അപ്പുറത്തെ ക്യൂബ് ഷെയർ ചെയ്തു. വിശദീകരിക്കേണ്ട സമയത്തിന് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ 8 ലെഡ് കണ്ടാലും 8 1/8 ഒരു ലെഡ് മാത്രമേ പെർ മോളിബ്ഡിനം 6 ആയിട്ട് വരുന്നുള്ളൂ. അതാണ് MO6X8. ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഇൻട്രസ്റ്റ് പ്രധാനമായിട്ട് ഇറ്റ് ഈസ് ഫോണ്ട് ടു ബി എ സൂപ്പർ കണ്ടക്ടർ അറ്റ് അബൌട്ട് 13.5 കെൽവിൻ. ഒരു 13.5 കെൽവിനിൽ താഴെ. എത്തുന്നല്ല ബിലോ. നമുക്കറിയാം സൂപ്പർ കണ്ടക്ടിവിറ്റി എപ്പോഴും പറയുന്നത് ടെമ്പറേച്ചർ താഴെയാണ്. 13.5 കെൽവിന്റെ താഴെ അതൊരു സൂപ്പർ കണ്ടക്ടർ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലത്തെ മറ്റു കോമ്പൗണ്ട് സൾഫർ ആവാം, സെലീനിയം ആവാം, ടെലൂറിയം ആവാം, ലെഡിന് പകരം വേറെ എലമെന്റ്സ് ആവാം, ബിസ്മത്ത് ആവാം, ബിസ്മത്തില്ല ബേരി ആവാം, പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ. അപ്പോൾ അതാണ് സ്ഥിതി. അതാണ് ഷെവ്റൽ ഫേസസ് എന്ന് പറയുന്നത്. മോളിബ്ഡിനം മാത്രമാണ്. മോളിബ്ഡിനം സ്പീഷീസ് മാത്രമാണ്, ഓരോന്നില്ല. ഓൺലി മോളിബ്ഡിനം. എക്സ് എന്ന് പറഞ്ഞാൽ സൾഫർ, സെലൂരിയം ആൻഡ് ടെലൂറിയം. പലതിനും മറ്റൊന്നുമില്ല. അത് ഒരു ക്ലസ്റ്റർ ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഹാവിംഗ് എ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ മോളിബ്ഡിനം 6 സ്ട്രക്ചർ. ഓക്കെ, ഇത് കുറച്ച് സ്പീഡ് കൂടി പോയിട്ടുണ്ട്. ഇവിടെ നിർത്തുകയാണ്. നമ്മളെ ആ ചാപ്റ്റർ തീർന്നു. ഏത് മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഉടനെ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ നെക്സ്റ്റ് സെമ്മിന്റെ ക്ലാസ് തുടങ്ങും. ഇത് കഴിഞ്ഞു. ഓക്കെ, ഇന്നത്തേക്ക് മതി. താങ്ക് യു.